2012 സ്വിഫ്റ്റ് ഡീസലാണ് VDI വണ്ടി. സ്വിഫ്റ്റ് ഡിസയർ VDI. ഇതാണ് ഇപ്പോൾ എഞ്ചിൻ പണിത് വന്ന വണ്ടി. ഫുള്ള് ഗ്യാരണ്ടിയിൽ എഞ്ചിൻ പണിത് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇനി നോക്കാം. ഫസ്റ്റ് ഓണർ ആയിരുന്നു, സെക്കൻഡ് ഓണറിലേക്ക് ഇപ്പം മാറി. അപ്പോൾ ഇത് സെന്ന് 2004 സെന്നാണ്. 29 വരെ പേപ്പറുണ്ട്. ആണ്ട് ഈ പെയിൻറ്റ് തമ്മിൽ ചെറിയ വ്യത്യാസം 2-3 സ്ഥലത്തുണ്ട് കേട്ടോ. ആണ്ട് ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസമുണ്ട്. ഇത് 2007 ZXi പിന്നെ SX4 ആണ്. ഓണർഷിപ്പ് എത്രയാ? ടയേഴ്സ് കുഴപ്പമില്ല, അല്ലെങ്കിൽ വീൽസ് കിടപ്പുണ്ട്. മൂന്നാമത്തെ ഓണർ. ഇത് 2000 വണ്ടി 2030 വരെ പേപ്പറുണ്ട്. പേപ്പറിന് 45 രൂപ കണ്ടായി, 38 രൂപയ്ക്ക് കൊടുക്കും. 38. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം എന്ന് പറഞ്ഞ ഭാഗത്ത് തട്ടുപാലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മളെ ഈഞ്ചവിള സലീമിക്കയുടെ ഷോപ്പിലാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അത്യാവശ്യം ഇഷ്ടംപോലെ വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. ഏകദേശം ഒരു 38,000 രൂപ തൊട്ട് മേളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് എടുക്കാൻ കൊള്ളാവുന്ന ഒരുപാട് വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ വേറെ ഒന്നുമില്ല, നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി വരണം. നമസ്കാരം. നമസ്കാരം. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കച്ചവടമൊക്കെ? നല്ല കച്ചവടമായിരുന്നു. പഴയ വണ്ടികളെ ആകെ ഇപ്പോൾ ഒരു 3 എണ്ണോ അതോ 4 എണ്ണം ഉണ്ട്. എല്ലാം പോയി വന്ന ഒരുപാട് വണ്ടികൾ പോയി. നല്ല കച്ചവടം ഉണ്ടായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ള അതല്ല, ഈ എടുത്തുകൊണ്ട് പോയി ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി പറയാനുണ്ടോ എന്നാണ്. ആരും എന്തെങ്കിലും മോശമായിട്ടൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും വില കൂടിപ്പോയെന്ന് തോന്നിയിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കാറുള്ളത്. ആരും അങ്ങനെയൊന്നും അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ഒരുപാട് വണ്ടികളിൽ 2-4 വണ്ടികളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. ഇനിയിപ്പം വിളിച്ചാൽ ഫോൺ എടുക്കുമോ? കാരണം രാഷ്ട്രീയത്തിലോട്ടൊക്കെ ഇറങ്ങാതെ സ്വതന്ത്രനായിട്ട് നിൽക്കുകയാണ്. 1 മാസം കഴിഞ്ഞ് റിസൾട്ട് അറിയാം. നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ല. അപ്പോൾ അതാണ് സക്സസ് ആണ് 100%. രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുമ്പോൾ രാഷ്ട്രീയക്കാരെ പോലെ വാഗ്ദാനം മാത്രമായി പോകും. അങ്ങനെയല്ല, അങ്ങനെ ആവത്തില്ലല്ലോ. അതല്ലേ നമ്മുടെ പ്രത്യേകത. ഒരു രാഷ്ട്രീയക്കാരനല്ലല്ലോ നമ്മൾ. അതല്ലേ നമ്മളുടെ പ്രത്യേകത തന്നെ. അതല്ലേ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് പോയത്, അല്ലാതെ വെറുതെ പോയതല്ലല്ലോ. ഓക്കെ, നമ്മൾ ഇത്തവണ 38 രൂപ തൊട്ടുള്ള വണ്ടികളാന്ന് പറയുന്നത് ഉണ്ട്. ചെറിയ മാരുതി 5 വർഷം ഫുള്ള് പേപ്പറുള്ള 45 രൂപ പേപ്പറിനായി വണ്ടി. അതാണ് മാജിക് പ്രൈസ്. അത് ശരി, ഒഴിവാക്കുക എന്നുള്ളതല്ലേ? അല്ല, അങ്ങനെയൊന്നും അല്ല. അത് ആ വിലയ്ക്ക് കിട്ടി ആ വിലയ്ക്ക് കൊടുക്കുന്നു. അതൊന്നും ലാഭമുള്ള കച്ചവടങ്ങളല്ല. ഇപ്പോൾ ഒരു വണ്ടിക്ക് ഇതിപ്പോൾ 25 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. 2000 മാരുതി 2030 വരെ പേപ്പറുണ്ട്. അതിപ്പം ടെസ്റ്റ് ചെയ്തെടുക്കാൻ പേപ്പർ വർക്ക് തന്നെ 25 രൂപയാവും. പെയിൻറ്റിങ്ങും പാച്ച് വർക്കും മറ്റേ ഇലക്ട്രിക് വർക്ക് എല്ലാം കൂടെ 10-15 രൂപ എല്ലാം കൂടെ ആവും. അപ്പോൾ 40-45 രൂപയോളം ചിലവ് വരും. അതിന് വില ഇപ്പോൾ 38 രൂപയാണ്. അതുപോലെ വേറൊരു വണ്ടിയുണ്ട്, അതും ഒരു 40 രൂപ റേഞ്ചിനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ സ്ഥലം അത്യാവശ്യം നല്ല വണ്ടികളാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ കഴിഞ്ഞ് കല്ലമ്പലം കഴിഞ്ഞ് 1 കിലോമീറ്റർ തട്ടുപാലം. ചടയമംഗലത്തു നിന്ന് വരുന്നവർക്ക് ചടയമംഗലം, പാരിപ്പള്ളി, നാവായിക്കുളം, തട്ടുപാലം. കൊല്ലത്തുനിന്ന് വരുന്നവർക്ക് കൊല്ലം, പാരിപ്പള്ളി, കല്ലമ്പലം. ഇപ്പം കടയിൽ മോനാണോ ഇരിക്കുന്നത്? അല്ല, 2 പേരും ഉണ്ട്. ഇനി 3 മണിക്കൂറാണ്ടായി ഞാൻ വന്നിട്ട്, അതുകൊണ്ട് ചോദിച്ചാൽ. അല്ല, അതൊക്കെ പല കാര്യങ്ങളല്ലേ, ഒന്ന് മാത്രമല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ നോക്കിയെടുത്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. എടുത്തുകൊണ്ട് പോണവർക്ക് പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് വരായികയൊന്നുമില്ല. ചിലപ്പം പ്രശ്നമൊക്കെ വരും, അത് പരിഹരിച്ച് തരും. വലിയ പ്രശ്നമാണെങ്കിൽ. ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പരിഹരിക്കത്തുമില്ല. നിങ്ങൾ പരിഹരിക്കുക. അത് തന്നെ, അവർ പഴയ വണ്ടികളല്ലേ. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞതിന് കണ്ടമാനം വണ്ടികൾ കൊടുത്തു. അത് 2 വണ്ടിക്ക് എഞ്ചിൻ പണിയായി. അപ്പോൾ ആ 2 വണ്ടിയുടെയും പ്രശ്നങ്ങൾ സോൾവ് ആയിട്ട് പരാതിയില്ലാത്ത രീതിയിൽ പരിഹരിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വണ്ടി എഞ്ചിൻ പണിത് ഇപ്പോൾ വന്നതേ ഉള്ളൂ, അതിവിടെ കിടപ്പുണ്ട്. മറ്റേ എഞ്ചിൻ പണിത് വന്ന വണ്ടി പോയി. അതല്ല കൊടുത്ത എഞ്ചിൻ പണിത പൈസ ഉൾപ്പെടെ കൊടുത്ത്. അതിന് തന്നെ വില കുറച്ചായിരുന്നു ആദ്യമൊക്കെ കൊടുത്തതേ. അപ്പോൾ എഞ്ചിൻ പണിത പൈസയും അതിന് അധികവും വന്നാണ് രണ്ടാമത് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ അത്രയും കുറഞ്ഞ വിലയ്ക്കായിരുന്നു കൊടുത്തത്. പിന്നെ ആ വണ്ടി ആദ്യം വിറ്റേക്കാട്ട് ലാഭത്തിനാണ് എഞ്ചിൻ പണിതേ പിന്നെ വിറ്റത്. അത്ര കുറഞ്ഞ വിലയ്ക്കായിരുന്നു ആദ്യം കൊടുത്തത്. ഇപ്പോൾ ഈ വണ്ടിയിൽ കുറച്ച് പൈസ പോവും. അങ്ങനെയൊക്കെ അത് പോവും. അങ്ങനെയൊക്കെയുണ്ട്. വേറെ നല്ല വണ്ടികളാണ് എടുത്തിട്ടേക്കുന്നത്. പിന്നെ എന്നാലും പഴയ വണ്ടികളുടെ കുറേ പോരായ്മകൾ ഉണ്ടാവും. എല്ലാം വയസ്സായ വണ്ടികളാണ്, എല്ലാം ചെറുപ്പമൊന്നും അല്ല. എല്ലാം എനിക്കും വയസ്സായി, വണ്ടിക്കും വയസ്സായി. എനിക്ക് വയസ്സൊന്നും ആയില്ല. ഓക്കെ, നമുക്ക് വണ്ടികളുടെ വിശേഷം നോക്കാം. ഓക്കെ, പറഞ്ഞു. ഇത് 2013 സാൻഡ്രോ.
ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് തേർഡ്. നോക്കട്ടെ. തേർഡ്. ടയേഴ്സ് കൊള്ളാം. തേർഡല്ല. എത്രയാ? കൺഫേം ആയില്ല. വണ്ടിക്കാകൊക്കെ വൃത്തിയായിട്ട്. സെക്കൻഡ് ഓണർ 69,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണറാണ് 69,000 കിലോമീറ്റർ കേട്ടോ. നല്ല വണ്ടി. സാൻഡ്രോ സിഗ്. നല്ല പുതിയ വണ്ടിയാണൊക്കെ ഇരിക്കുന്ന വണ്ടി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല സനൂപേ. ആക്സിഡന്റ് വണ്ടി അല്ല. ആക്സിഡന്റ് ആണെങ്കിൽ പറയും. 2 ഡോർ പവർ വിൻഡോസ് ആണല്ലേ? ആ, റിവേഴ്സ് ക്യാമറയൊക്കെ താഴെയാണ്. പക്ഷെ ഫ്രണ്ട് നല്ല ടയർ കിടപ്പുണ്ട്. എല്ലാം ആവറേജ് കൂടിയ നല്ല ടയറുണ്ട്. ഒരുപാട് അങ്ങ് കളർ ഫേഡ് വന്നിട്ടില്ല. പക്ഷെ എന്നാൽ നല്ല വണ്ടിയല്ലേ? ഒരു കളർ ഫേഡ് വന്നിട്ടുണ്ട്. വണ്ടി ബോഡിയൊക്കെ നോക്കിയാലൊക്കെ കൊള്ളാം. സെക്കൻഡ് ഓണറും 50 ചില്ലറ കിലോമീറ്ററുമാണ്. ബോഡി തേഞ്ഞ വണ്ടിയൊന്നും അല്ല. അല്ല. പിന്നെ കിലോമീറ്റർ ഒക്കെ ജെന്യൂനാണോ? ജെന്യൂനാണ്. എത്ര ചോദിക്കുന്നത്? അല്ല, 1.5 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഒരുപാട് ബാർഗനിങ് ഒന്നും ഉള്ളതല്ല. എത്ര? 1.5 രൂപ. 2013 സെക്കൻഡ് ഓണർ. പുന്തോ ഡീസൽ വണ്ടിയാണ്. പുന്തോ ഇപ്പോൾ റീടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളു. എൻ്റെ കിലോമീറ്ററിൻ്റെ ഡാഷ്ബോർഡ് വർക്കാവത്തില്ല. പുന്തോളെല്ലാം അങ്ങനെയാണ്. ഇത് മുമ്പ് ഒരിക്കൽ ഞാൻ ഇവിടെ നിന്ന് കൊടുത്ത വണ്ടിയാണ് കേട്ടോ. വേറെ അദ്ദേഹം ഇന്നലെ കൊണ്ടുവന്ന് മാറ്റി എടുത്തിട്ട് SX4 എടുത്തിട്ട് പോയി. SX4 ടയറൊക്കെ നല്ല ടയർ. പെയിൻറ്റിങ് എല്ലാം നല്ലത്. എത്ര ഓടിയെന്നൊന്നും അറിയാൻ വയ്യ. ഓടിക്കാനൊക്കെ നല്ല വണ്ടി. അതിനൊക്കെ വിലയ്ക്ക് 90 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. 90? ആ, 90 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ടയറൊക്കെ നല്ല ടയർ. എന്തെങ്കിലുമൊക്കെ ചെറിയ സൗണ്ടുകളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നോ അറിയാൻ വയ്യ. ഇന്നലെ എടുത്താണ്. ഓടിച്ച് നോക്കാൻ സമയം കിട്ടിയില്ല. വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. പുന്തോ ഏറ്റവും കുറഞ്ഞ വിലയല്ലേ? 1.4 രൂപയൊക്കെ മാർക്കറ്റ് എല്ലാവരും വിൽക്കുന്നുണ്ട്. നല്ല ടയറുകളല്ല. ബോഡിയും കൊള്ളാം. ബോഡിയൊന്നും വലിയ വിഷയമൊന്നുമില്ല. നല്ല മൈലേജാണിത്. അതാണ് പ്രത്യേകത. AC ഒക്കെ കൂളിക്കൊണ്ട്. 90 രൂപ അല്ലേ? ആ, ഇത് ഫൈനൽ വിലയാണ് 90 രൂപ. 2012 സ്വിഫ്റ്റ് ഡീസലാണ്. VDI വണ്ടി. സ്വിഫ്റ്റ് ഡിസയർ VDI. ഇതാണിപ്പോൾ എഞ്ചിൻ പണിത് വന്ന വണ്ടി. ഫുള്ള് ഗ്യാരണ്ടിയിൽ എഞ്ചിൻ പണിത് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇനി നോക്കാം. ഫസ്റ്റ് ഓണർ ആയിരുന്നു. സെക്കൻഡ് ഓണറിലേക്ക് ഇപ്പം മാറി. നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. നല്ല പുതിയ വണ്ടി എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കും. ഫസ്റ്റ് ഓണർ വണ്ടിയായിരുന്നു. സെക്കൻഡ് ഓണറായി. 1,00,000 കിലോമീറ്ററാണ്. ടൈമിംഗ് ചെയിൻ ബാക്കി എല്ലാ സിലിണ്ടർ ഉൾപ്പെടെ മാറിയ വണ്ടിയാണ്. വണ്ടി കാണാനും വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ബോഡി ആണെങ്കിലും ഒക്കെ വൃത്തിയുണ്ട്. 3 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. 3 ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ചെറിയ ഡിക്കി വരുന്ന ന്യൂ ഷേപ്പ് വണ്ടി. നല്ല വണ്ടി. കൊള്ളാം. വണ്ടി വൃത്തിയുണ്ട് കാണാൻ. പിന്നെ എഞ്ചിൻ പണി എടുത്ത വണ്ടിയാവുന്നതുകൊണ്ട് തന്നെ ക്ലെയിം വണ്ടി. ഇവിടെ ഒരു ചെറിയൊരു വരവ് ചെറുതായിട്ടൊരു ഇതുണ്ട്. അത് മാത്രമേ ഒരു അപാകതയായിട്ടുള്ളൂ. ഇത് നിൽക്കുന്ന വില കേട്ടോ. എഞ്ചിൻ പണി എടുത്തതിൻ്റെ അല്ലേ? ആ, അതെ. 70,000 രൂപയായി. അപ്പോൾ അതുകൊണ്ടാണ് സ്വപ്പം വില കൂടി നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഒരു പുതിയ വണ്ടി യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം കേട്ടോ. 2006 നല്ല ക്ലീൻ പീസ് LXI അൾട്ടോ ആണ്. ചെറിയ സസ്പെൻഷൻ കിടുക്കമുണ്ട്. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള നല്ല ക്ലീൻ വണ്ടി. ടയർ കൊള്ളാം. നല്ല ടയർ, നല്ല ബോഡി, നല്ല എൻജിൻ. ചെറിയ കിടുക്കങ്ങളൊക്കെ ഉണ്ട്. 78,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് നിലവിൽ അറിയാൻ വയ്യ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ആക്സിഡൻ്റ് അല്ല. ഇല്ല. നല്ല വണ്ടി. നല്ല വണ്ടി. ചെറിയ കിടുക്കമുണ്ട്. വണ്ടി നല്ല ക്ലീൻ വണ്ടിയായിട്ടിരിക്കുക. 78 രൂപ ഫൈനൽ വിലയ്ക്ക് കൊടുക്കാം. 78,000. രൂപ വില ഇത്തിരി കൂടുതലാണെന്നോ. എന്നാലും നല്ല വണ്ടി. കൊണ്ടിട്ടാലേ കാണാൻ നല്ല വണ്ടി. ഇന്നലെ കൊണ്ടുവന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞ് വന്നേ ഉള്ളു. വണ്ടി ബോഡി വെച്ച് നോക്കുമ്പോൾ കൊള്ളാം. വേറെ നല്ല വണ്ടിയല്ലേ? നല്ല വണ്ടിയായിട്ടിരിക്കുകയല്ലേ? അത് എഞ്ചിനൊക്കെ ഇറക്കി ഗ്യാരണ്ടി ആയിട്ടാണ് എല്ലാ വണ്ടിയും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മറ്റ് 78 രൂപ വില കൂടുതലാണെന്ന് തോന്നുന്നു. എന്നാലും അത് വിലയായ വണ്ടിയാണ്. അത്രയും വൃത്തിയുള്ളത് കൊണ്ടാണ് അങ്ങനെ എടുത്തത്. ഈ വില കൂടുതൽ ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ കൂടുതലാണെന്ന് തോന്നുന്നില്ല. അത്രയും ക്വാളിറ്റിയും വൃത്തിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ വില കൂടുന്നത് കേട്ടോ. അപ്പോൾ ഇത് സെന്ന് 2004 സെന്നാണ്. 29 വരെ പേപ്പറുണ്ട്. ആണ്ട് ഈ പെയിൻറ്റും തമ്മിൽ ചെറിയ വ്യത്യാസം 2-3 സ്ഥലത്തുണ്ട് കേട്ടോ. ആണ്ട് ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസമുണ്ട്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്ന LXI ആണ്. AC ഒക്കെ കൂളിംഗ് ഉണ്ട്. പവർ വിൻഡോ വർക്കാണ്. ഇത് പെയിന്റിന്റെ വ്യത്യാസം വന്നത് ഇനി ഇടിച്ച് അങ്ങനെ വല്ലതാണോ? അയ്യോ, ഇത് എല്ലായിടത്തും നിന്നാണ്ട് ഈ പോറലോ ഇതൊക്കെ വന്ന് ഏതാ അറിഞ്ഞൂടാത്ത പെയിൻറ്റർമാരെ കൊണ്ട് കൊടുത്ത്
പണിഞ്ഞ് നശിപ്പിച്ചല്ലേ. പിന്നെ 4 ഇറ്റും ഓരോ പീസിൽ ഉരവും മറ്റു കാര്യങ്ങളും ഉള്ളിടത്തെല്ലാം മാറ്റി മാറ്റി അടിച്ചിരിക്കുന്നു. മാറ്റിയല്ല, ഒരു പെയിന്റ് തന്നെ അടിച്ചിരിക്കുന്നത്. പക്ഷേ ആ നിലവിൽ കിടന്നത് ആ പെയിന്റ് അല്ല, ഒത്തിരി ഒരു ഷെയ്ഡ് വ്യത്യാസം. പെയിന്റ് 67 രൂപയ്ക്ക് കൊടുക്കാം. ഇവിടെ ചെറിയൊരു പൊട്ടലുണ്ട്. 67 രൂപയ്ക്ക് കൊടുക്കാം. 2029 വരെ പേപ്പറുണ്ട്. ഇതിപ്പോൾ ഡുവൽ ടോൺ എന്ന് പറയുന്ന പോലെ ചെറിയ ഒരു 2 ഷെയ്ഡ് വ്യത്യാസം. അതൊന്ന് ശ്രദ്ധിച്ചൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. ടയറൊക്കെ ഉള്ള ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള വണ്ടി, നല്ല വണ്ടി. ഇവിടെ ഉള്ള കളറും ഇവിടെ ഉള്ള കളറും ഇങ്ങനെ നോക്കുക, അപ്പം മനസ്സിലാവും. ടയറൊക്കെ അത്യാവശ്യമുണ്ട്, വേറെ ആക്സിഡൻ്റ് ഒന്നുമില്ല. 2 കളർ ഷെയ്ഡ് വ്യത്യാസം കാണിക്കുന്നുണ്ട്. അത് മാത്രമേ ഒരു അപാകതയായിട്ടുള്ളൂ. ഓടിക്കാനൊക്കെ സുഖമുള്ള വണ്ടി. ഇന്നലെ ആരോ ഒന്ന് കച്ചവടം ആയതാണെന്ന് പറയുന്നത്. പിന്നെ ഇന്ന് വരാമെന്ന് പറഞ്ഞ് പോയതാണ്, കാണുന്നില്ല. മെനങ്ങാന്നോ മറ്റോ വന്ന വണ്ടിയാണ്. ഇയോൺ സ്പോർട്സ് 2012, എയർ ബാഗ് ഉൾപ്പെടെയുള്ള വണ്ടിയാണ് കേട്ടോ. മാഗ്നയുടെ ചേട്ടനാ കൂടിയ വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ്. ഇതെന്താണ് ഈ വില ഒന്ന് അടിച്ചു വെച്ചേക്കണേ? ഏതാണ് ആണി? അത് ഇവിടെ ഇരുന്ന പ്ലാപ്പ് ഇളകിപ്പോയതിൻ്റെ സ്ക്രൂ ആണ് ആയിരിക്കുന്നത്. പ്ലാപ്പ് ഇളകിപ്പോയി ആ സ്ക്രൂ അവിടെ കയറ്റി വെച്ചിരിക്കുന്നതാണ്. നല്ല വണ്ടി, പോറിലെ ടച്ചും പോളിഷൊക്കെ കഴിഞ്ഞിപ്പം കൊണ്ട് വന്നേ ഉള്ളൂ. 145 കൊടുക്കാം. 145. ഇയോൺ സ്പോർട്സ്, എയർ ബാഗ് ഉൾപ്പെടെ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടി. സർവീസ് ചെയ്യില്ല കേട്ടോ, അപ്പം വന്നതേ ഉള്ളൂ കഴിഞ്ഞിട്ട്. 148 കൊടുക്കാൻ പറ്റും. ഇയോൺ റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല, ആശയണ്ടല്ല, ഒന്നുമില്ല. വേറെ പൊട്ടൽ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ടയേഴ്സ്, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. സാൻഡ്രോ സിംഗ് 2009, 2029 വരെ പേപ്പറുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടി, സ്ക്രാച്ച് ഇല്ല, ഒന്നുമില്ല. റീടെസ്റ്റ് കഴിഞ്ഞ് കിടക്കുകയില്ലേ. 29 വരെ പേപ്പറുണ്ട്. ടയേഴ്സ് കുഴപ്പമില്ല. 78,000 കിലോമീറ്റർ, 95 രൂപയ്ക്ക് കൊടുക്കാം. അത്യാവശ്യം കൊള്ളാം. വലിയ സംഭവം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. സീറ്റ് ഇട്ടാൽ കൊള്ളാൻ തോന്നി. വീൽ കപ്പ് അകത്ത് കിടക്കുന്ന കേട്ടോ. ഡോർ പാഡൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ടയേഴ്സ് 29 വരെ പേപ്പറുണ്ട്. ഗ്രേ കളർ, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ. 78,000 കിലോമീറ്റർ. അത്യാവശ്യം നല്ല കിലോമീറ്റർ എന്നുള്ള ജനുവിനായിരിക്കും. അതൊക്കെ ഇനിയിപ്പോൾ എങ്ങനെ പറയുന്നത്? സത്യം പറഞ്ഞാലേ ഇതൊക്കെ നമുക്ക് പഴയ വണ്ടികളൊക്കെ എങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? അതൊന്നും കറക്റ്റായിട്ട് പറയാം. എഞ്ചിനും ഗിയറൊക്കെ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുക, അത് ഞാൻ പറയാം. ഇത് 2007 ZXi പിന്നെ SX4 ആണ്. ഓണർഷിപ്പ് എത്രയാ? ടയേഴ്സ് കുഴപ്പമില്ല, അല്ലെ വീൽസ് കിടപ്പുണ്ട്. മൂന്നാമത്തെ ഓണർ. 144 കിലോമീറ്റർ, 115 വില. ഇതില് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോഴേ ഇതിനകത്തൊരു ചാവി കുടുങ്ങിപ്പോയി ഊരാൻ വയ്യാതെ കിടന്നിട്ട് ഇപ്പം കൊണ്ട് ഇതാണ്. ഊരി എടുത്തേക്കുന്നത് വന്നപ്പോഴേ ഇല്ല. വണ്ടി നല്ല ടച്ചും പോളിഷൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് വന്നപ്പോഴൊരു ചാവി ഇതിനകത്ത് കുടുങ്ങിപ്പോയി, ഊരി വരുന്നതുമില്ല. ഗ്ലാസും പോയിട്ടുണ്ട്, അത് അതിനകത്ത് കിടപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗ്ലാസ് അതിനകത്ത് കിടപ്പുണ്ട്, ഇട്ട് തരാം. ഇതിന്റെ ബാക്കിൽ ടെയിൽ ലാമ്പ് പൊട്ടിയിരിപ്പുണ്ട്. അതേ ഒരു അപാകതയായിട്ടുള്ളൂ. ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള നല്ല വണ്ടി. എത്ര ചോദിക്കും? 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ ചാവിയുടെ പ്രോബ്ലം ഒക്കെ മാറിയോ? ചാവിയുടെ പ്രോബ്ലം മാറി. പിന്നെ അത് കൊണ്ടുപോയി എല്ലാം ഇളക്കി എല്ലാം ക്ലിയർ ചെയ്ത് സിലിണ്ടർ മാറി. ആ പൈസയൊന്നും ഇത് കൂട്ടിയിട്ടില്ല കേട്ടോ, കൂട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ മാസം ലാഭത്തിൽ പോയി. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തായി വണ്ടിയൊക്കെ പണിയുന്നത്. ഇതാണ് ഒരു ടെയിൽ ലാമ്പ് പൊട്ടിയിരിക്കുന്നത്, മാറാൻ പറ്റിയിട്ടില്ല. അത് മാറി കൊടുക്കാൻ കിട്ടിയാൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇത് ഒരുപാട് ജോലികളാണ് ചെലവ്. ഇത് വെറുതെ ഇതൊന്നും നടക്കത്തില്ല. ഇതെല്ലാം രാഷ്ട്രീയത്തിൽ കയറാൻ അല്ല, അത് സാധാരണക്കാരൻ നിങ്ങളുടെ ഇത് വണ്ടി എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയത്തിൽ നടക്കും. സാൻഡ്രോ സിംഗ് 2007, 78,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ. ഓണർഷിപ്പ് അറിയാൻ വയ്യ കേട്ടോ, ഇത് എഴുതിയിട്ടില്ല. 81,000 കിലോമീറ്റർ, 60 രൂപ വില. സാൻഡ്രോ സിംഗ് 2007, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. അത്യാവശ്യം നല്ല വണ്ടി. സിംഗിന്റെ ഏറ്റവും കുറഞ്ഞ വിലയാണ് നല്ല വണ്ടിയുടെ. ടയറൊക്കെ അത്യാവശ്യമുണ്ട്.
തുരുമ്പൊന്നുമില്ല. വണ്ടി കാണാനൊക്കെ വൃത്തി തന്നെ, അതൊന്നും കുഴപ്പമില്ല. ടയേഴ്സ്, ബാക്ക് ടയർ ആവറേജ് നിൽക്കുന്ന ഒരു രീതിയാണ്. ഫ്രണ്ട് ടയർ നല്ല ടയറായിരുന്നു. ഞാൻ വെറുതെ തുറന്നു, അവിടെയും തുരുമ്പൊന്നുമില്ല. എത്ര ചോദിച്ചേ? 60 രൂപ. 60 രൂപയ്ക്ക് കൊടുക്കും. അൾട്ടോ LX 2011 വണ്ടി, ഫസ്റ്റോ സെക്കൻഡോ ഓർഡറാണ്. 78,000 കിലോമീറ്റർ. അല്ലേ? അല്ല, അത് ഞാൻ പറയട്ടെ. അൾട്ടോ LX 2000 അല്ല, 1,04,000 കിലോമീറ്റർ, 78 രൂപയാണ്. 78 രൂപ. 1.4 ഓടി, നല്ല ക്ലീൻ വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി. വണ്ടിക്കകം വൃത്തിയുണ്ട്, അകവും പുറമൊക്കെ വൃത്തിയുണ്ട്. സനൂപേ, AC പവർ സ്റ്റിയറിംഗ് ഒക്കെ നല്ലപോലെ വർക്ക് ചെയ്യുമല്ലോ. അല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല, LX എന്നാ പറഞ്ഞത്. 78 രൂപയേ ഉള്ളൂ 11 വണ്ടിക്ക്. 11 വണ്ടിയൊക്കെ 1.25 എല്ലായിടത്തെയും വില. ഇത് 78 രൂപ. ഇവിടെ ചെറിയ ടച്ച് ആൻഡ് പോളിഷ് ഉണ്ട്. നല്ല വണ്ടി. ഇത്തിരി ആണ്ട് ഈ ഭാഗത്തൊക്കെ ചെറിയൊരു പെയിൻറ്റിൻ്റെ ഇത്, അതൊന്നും ബോഡിയായിട്ട് ബന്ധമില്ല. അന്ന് ചെറിയ ഈ പരിക്കുകളൊന്നും ഇല്ലാത്ത വണ്ടി. 78 രൂപ അല്ലേ? 78 രൂപ. ഇത് 2007-8 രജിസ്ട്രേഷൻ LX അൾട്ടോ ആണ്. എന്തോ ഒരു അര കുറവുപോലെയൊക്കെ എനിക്ക് തോന്നുന്നു. അതിനകത്ത് എന്തോ ഒരു അര കുറവ്. ഒത്തിരി ഒരു വൃത്തി കുറവ് പോലെ തോന്നുന്നില്ലേ? എന്തോ ഏതൊക്കെയാലും ഓടിക്കാനൊന്നും കുഴപ്പമില്ല. 16,000 രൂപയുടെ പണി കഴിഞ്ഞ് വന്നേയുള്ള മുതൽ കുറച്ച് ഓടിക്കുകയാണിത്. അതൊക്കെ അബദ്ധത്തിലൊക്കെ എടുത്തു പോകുന്നതാണ്. ഓടിക്കാനൊന്നും കുഴപ്പമില്ല, നല്ല വണ്ടി. 78 രൂപയ്ക്ക് കൊടുക്കുക. 78,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. നല്ല സീറ്റ് കവറൊക്കെ ഇട്ട് വൃത്തിയായിട്ടാണ് വണ്ടിക്ക്. വണ്ടി ഓടിക്കാനൊന്നും കുഴപ്പമില്ല. വേറെ AC പവർ സ്റ്റിയറിംഗും ഉള്ളതാണ്. വരുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നു. ബോഡിയിലൊരു സ്വപ്പം ഒരു കുറവ് കണക്ക് എനിക്ക് തോന്നുന്നു കേട്ടോ. ടയർ കുറവാണ്. ടയർ ഫ്രണ്ടിൽ കൊള്ളാം. ഒരു ആവറേജ് ടയറേ എല്ലാം ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? 78. 2012 സ്വിഫ്റ്റ് LX AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. ഓണർഷിപ്പ് 4 തോന്നുന്നു. 4. സ്വിഫ്റ്റ് LDI ആണ്. LDI ഡീസൽ വണ്ടിയാണ്. 2012. 1.14 കിലോമീറ്റർ. ഓണർഷിപ്പ് 3 എത്രയെന്ന് പറഞ്ഞടാ? 2.5 രൂപ വിലയാണ്. ഓണർഷിപ്പ് നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടാ. ബുക്ക് ഒന്നും കിട്ടിയതുമില്ല. ഇപ്പം വന്നതേ ഉള്ളൂ. സനൂപ് വന്നേ പിന്നെ വന്ന വണ്ടിയാണ് കേട്ടാ. ഓണർഷിപ്പ് കറക്റ്റ് അറിയാൻ വയ്യ. LDI ആണ്, ഡീസൽ വണ്ടിയാണ്. ACയും പവർ സ്റ്റിയറിംഗും, 2 ഡോറ് ഫ്രണ്ടിൽ പവർ വിൻഡോയും ഉണ്ട്. 2.5 രൂപയ്ക്ക് കൊടുക്കാം. 2012 ന്യൂ ഷേപ്പ് വണ്ടി. എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? ഒന്നുമില്ല, ഒരപാകതയില്ല. തട്ടാമുട്ട ഒന്നുമുള്ള വണ്ടിയല്ല. i10 സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ് സനൂപേ. i10 സ്പോർട്സ് ഓട്ടോമാറ്റിക്, സെക്കൻഡ് ഓണർ, 55,000 കിലോമീറ്റർ. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക് എടുക്കാനുള്ള ആർക്കെങ്കിലും ധൈര്യമായിട്ട് ഒന്ന് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. പെട്രോൾ വണ്ടി, സ്പോർട്സ് വണ്ടി, i10 ഓട്ടോമാറ്റിക്. വണ്ടിക്ക് 55,000 കിലോമീറ്റർ, 2.45 വില. നല്ല ക്ലീൻ വണ്ടി കേട്ടോ. ബോഡി ചീത്തയായ വണ്ടിയൊന്നും അല്ല. അതെ അതെ, നല്ല ക്ലീൻ കൊള്ളാതെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 2.45. 2.45. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിക്കുക. അകം പുറമൊക്കെ കൊള്ളാം. എവിടെയെങ്കിലും ചീത്ത ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഇല്ല, അങ്ങനെയൊന്നും കണ്ടില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ടയേഴ്സും അത്യാവശ്യം ടയേഴ്സ് നല്ല ക്വാളിറ്റി ഉണ്ട്. കിടക്കുന്നിടത്തൊക്കെ ഏറ്റവും ക്വാളിറ്റി ഉണ്ട്. കൊള്ളാം. ബോഡി ബേസൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അൾട്ടോ LX 2009, 2029 വരെ പേപ്പറുണ്ട്. ACയും പവർ സ്റ്റിയറിംഗുള്ള 3rd ഓണർ വണ്ടി. 1,05,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർ കുറവാണ്. ടയർ കുറവുണ്ടോ? അത്ര കുറവൊന്നുമില്ല. ഒരു മീഡിയം ടയർ ഉണ്ടല്ല. ബാക്കിലൊക്കെ നല്ല ടയറും, ബാക്കിലല്ല പുതുപുത്തൻ ടയർ. വണ്ടിക്കകം കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഇത് മറ്റേ വീഡിയോയിൽ ഉണ്ടായിരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. ആരും അഡ്വാൻസ് തന്നിട്ട് കിടപ്പായതാണ്. ബാക്ക് ടയർ നോക്കുകയാണെങ്കിലും നല്ല ടയർ, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? 1 രൂപയ്ക്ക് കൊടുക്കാം. 1 രൂപയ്ക്ക്. 1 രൂപ ലാസ്റ്റാണ്. AC പവർ സ്റ്റിയറിംഗ്. ഇത് 1.5 മറ്റോ ഇട്ടിരുന്നേ, പിന്നെ ഇപ്പോൾ എന്തൊക്കെയോ പണികൾ ചെയ്ത് വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. 1,00,000 രൂപ ഏറ്റവും കുറവാണ്. ഇതൊക്കെ 1.4, 1.20, 1.15 ഏറ്റവും താഴ്ന്ന വിലയാണ്. ഇതിപ്പോൾ 1 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ ഇതൊക്കെ നല്ല വണ്ടികളല്ലേ. ഇതാണ് ഈ വില കുറഞ്ഞ മാരുതികൾ. 2004, 29 വരെ പേപ്പറുള്ള AC വർക്കല്ലാത്ത മാരുതി 800 ആണ്. ഇതൊക്കെ പേപ്പർ എടുക്കാൻ 10-40 രൂപ ചിലവാകും. ഇത്
40 രൂപയ്ക്ക് കൊടുക്കാം. പരിപാടികൾ ചെയ്യാണ്ട് ചെറിയ ആർക്കെങ്കിലും പഠിക്കാനോ കൊണ്ടുപോകാനോ. ടയറൊക്കെ നല്ല ടയറല്ലേ, ഒരു ആക്സിഡൻ്റ് ഒന്നുമില്ല, എഞ്ചിൻ ഭാഗം തുരുമ്പില്ല, മറ്റു വിഷയങ്ങളില്ല. ഇവിടെ ചെറിയൊരു ഞണക്ക് ബമ്പറിൽ മാത്രമുണ്ട്. മറ്റേ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിരിച്ച് പിടിച്ചു കൊടുത്താൽ അങ്ങ് വരും. അങ്ങനെ വരും. നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ടേ ഒരു സ്ക്രൂ കയറ്റി അങ്ങ് പിടിച്ചു കൊടുത്താൽ അങ്ങ് വരും. സമയം കിട്ടിയില്ല, പിടിച്ച് വെച്ചേക്കാം. അതൊക്കെ ക്ലിയർ ആവും. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ടയർ കിടപ്പുണ്ട്. വലിയ തുരുമ്പ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ചെറിയ എന്തെങ്കിലുമൊക്കെ ബോഡിയിൽ ചെറിയ ചെറിയ തുരുമ്പളങ്ങളൊക്കെ അടിയിൽ കാണുമെങ്കിലേ ഉള്ളൂ. ഇവിടെ നോക്കട്ടെ. 40 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല. പേപ്പറിൻ്റെ വില മാത്രമല്ലേ ഉള്ളൂ, വണ്ടി ഫ്രീ അല്ലേ. 2029 വരെ പേപ്പറുണ്ട്. AC വർക്കല്ല, വർക്കാവത്തുമില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ AC കൂട്ടി മേടിക്കണ്ട, അല്ലാതെ മേടിച്ചാൽ മതി. MBFI അല്ലേ കാർബേറ്റ്? ഇത് MBFI അങ്ങനെ നോക്കട്ടെ. അപ്പോൾ MBFI ആണ് കേട്ടോ, MBFI തന്നെ. ആ ഇത് 2000 വണ്ടി 2030 വരെ പേപ്പറുണ്ട്. പേപ്പറിന് 45 രൂപ കണ്ടായി, 38 രൂപയ്ക്ക് കൊടുക്കും. 38. ആ അപ്പം ടെസ്റ്റിൻ്റെ ഫീസ് മാത്രം 13,000 രൂപ വേണം, ടാക്സിന് 10,000 രൂപ വേണം. പിന്നെ പെയിൻറ്റിങ് ഒരു ചെറിയ മാറ്റ് ഫിനിഷിങ് പോലെ തോന്നുന്നു, പോളിഷ് ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. 38 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഫൈനൽ വിലകളാണ്. ഇതൊക്കെ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് വന്ന് എടുത്തുകൊണ്ട് പോയി പഠിക്കാനാ. ആ ബോഡിയെ കണ്ട് അന്നിറങ്ങിയതുപോലെ ഇരിക്കുകയാണ്, തിരുമ്പാൻ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇതിൻ്റെ ഡോർ പാഡ് ഇവിടെ പാഡൊക്കെ ഇളവി ഇരിപ്പുണ്ട് കുറച്ച്. ഇവിടെ അടിഭാഗം ഈ മോഡൽ വണ്ടി പകുതി പാടേ കാണും, ഇതിന് 3/4 പാടുണ്ട്. അത്ര മാറ്റാണോ ചെയ്തേക്കുന്നത്? അതുപോലെ തോന്നുന്നു പെയിന്റ് കണ്ടിട്ട്. വലിയ ഗ്ലൈസിങ് ഒന്നുമില്ല, പക്ഷെ അത് കൊള്ളാം കേട്ടോ, വെറൈറ്റി ഉണ്ട് കാണാൻ. അത് വെറൈറ്റി ഉണ്ടാകുന്നു. എനിക്കത്ര ക്വാളിറ്റി ആയിട്ടാണ് തോന്നുന്നില്ല. പിന്നെ എല്ലാവരും ഈ വീഡിയോയിലൊക്കെ കണ്ട നല്ല ക്വാളിറ്റി, നല്ല പെയിന്റ് കണക്കെ തോന്നും. ഇവിടെ വരുമ്പോൾ വരയും കുറിയൊക്കെ കാണും, അതൊക്കെ ഓരോ ശ്രദ്ധയിൽ വേണം. ഇവരെ ക്യാമറയുടെ ക്ലാരിറ്റി പോലെ വണ്ടികളൊക്കെ നിന്ന് തിളങ്ങും. പക്ഷെ ഇവിടെ വന്ന് കാണുമ്പോൾ അത്ര തിളക്കമൊന്നും കാണില്ല. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് മറ്റെന്തോ പരിപാടിയാണെന്ന്. ഇങ്ങനെയാണ് പഴയ വണ്ടികളാണ്. പേരെന്തായിരുന്നു? മനോജ് കുമാർ. എവിടുന്നായിരുന്നു? ചെങ്ങന്നൂര്. ചെങ്ങന്നൂരാ? ആ അല്ല, അവരെ കാണിക്കുന്നത് എന്നെ കാണിക്കുന്നത് അല്ല, കാണിച്ചപ്പോ ഓക്കെ. ഇത് 38 അല്ലേ? 38 രൂപ. ഇത് ഇന്ത്യക്കാണ്. 2029 വരെ പേപ്പറുണ്ട്. ഇപ്പോൾ ഒരു 5,000 രൂപയുടെ ബാറ്ററി എടുത്ത് വെച്ചിട്ടുണ്ട്. 55-ന് കൊടുക്കാനായിട്ടാണ് ബാറ്ററി എടുത്ത് വെച്ച് ഇനി 50 രൂപയ്ക്ക് കൊടുക്കാം. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡാ. നല്ല എഞ്ചിനൊക്കെയാ. എന്നാലും ഇന്ത്യക്കൊക്കെ ഇങ്ങനെ ഗ്യാരണ്ടി കൊടുക്കുന്നു. ഇതിപ്പോ ടാറ്റയുടെ വണ്ടിക്ക് എഞ്ചിൻ ഗ്യാരണ്ടി കൊടുക്കൂലേ പറയണേ? അതെ, ഇത് എഞ്ചിൻ എന്നും ഇതിനൊരു ഒരു ശാപം കിട്ടിയാണൊക്കെ ഉള്ള വണ്ടികളാണ്. പക്ഷെ വണ്ടി ഓടിക്കാനും അതിനൊക്കെ നല്ല വണ്ടിയാണ്. പുതിയ ബാറ്ററി എടുത്ത് വെച്ച് നിലവിൽ കുഴപ്പമൊന്നുമില്ല. എത്ര ചോദിക്കുന്നേ? ചോദിക്കുന്നതല്ല, ഇത് 55 രൂപയ്ക്ക് ബാറ്ററി എടുത്ത് വെക്കുന്നതിന് മുമ്പ് കൊടുക്കാട്ടിരുന്നതാണ്. ഇനിയിപ്പം ബാറ്ററി എടുത്ത് വെച്ച് 50 രൂപയ്ക്ക് കൊടുക്കാം. ഇതിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന വണ്ടിയല്ലേ? ഇത് കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു. ഞാനൊക്കെ കൊടുത്തിട്ടിരിക്കുക. അപ്പോൾ 50 രൂപ. KUV 100 K4+. 2-3 വീഡിയോയിൽ വന്നിട്ടും പോവാതെ കിടക്കുകയാണ്. വില കൂടുതലും ഉണ്ടല്ലോ, വേറെ എന്തോ ശാപം കൊണ്ട് കിടക്കുക. നല്ല വണ്ടി. ഇപ്പോഴും ഒരു കക്ഷിക്കാരൻ ഒരു 8 വണ്ടി പോയി കണ്ടിട്ട് ഏറ്റവും നല്ല വണ്ടിയെന്നും പറഞ്ഞ് CCക്ക് മേടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അദ്ദേഹത്തിന് CC ശരിയാവുന്നില്ല. ഇന്നലെയും വിളിച്ചിരുന്നു വില കുറച്ച് കൊടുക്കുമെന്ന് അറിയാൻ വേണ്ടി. അദ്ദേഹത്തിന് അത്രയും തികയുന്നില്ല എങ്ങനെയെങ്കിലുമൊക്കെ. പക്ഷേ ഇതെങ്ങനെ അത്രയും താത്ത കൊടുക്കുന്നത്? ഞാൻ മുതൽ കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു നോക്കി. പക്ഷെ അദ്ദേഹം അത്രയും വിലയും വരുന്നില്ല. ഇനിയിപ്പോൾ ഏത് വിലയായാലും കൊടുക്കാമെന്നുള്ളതാണ്. അത് ശരി. അല്ല, ഇവിടെ കിടന്നിട്ട് കഥയില്ലല്ലോ. അപ്പോൾ വീഡിയോ നല്ല വണ്ടിക്ക് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഗ്യാരണ്ടിയാണ്. ഈ വിൽക്കാതെ കിടക്കുന്ന വണ്ടിയൊക്കെല്ലാം എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. അതിവിടെ എക്സ്ട്രാ ഗ്യാരണ്ടികളാണ്. വണ്ടി മോശമായതുകൊണ്ട് കിടക്കുന്നതല്ല. ചിലർക്ക് വില കൂടിപ്പോയിട്ട് തോന്നുന്നതായിരിക്കും, ചിലർക്ക് CC ശരിയാവാത്തതുകൊണ്ടായിരിക്കും. CC ശരിയാവാത്താണ് കൂടുതൽ. എൻ്റെ 2-3 വണ്ടികൾ CC ശരിയാവാതെ പോകാറ്. എത്ര പ്രാവശ്യം CCക്ക് പോയെന്നറിയാം. ഈ നിൽക്കുന്നവരും CCക്ക് വന്നിരിക്കുകയാണ്. അവരും CCക്ക് ഇരിക്കുകയാണ്. അങ്ങനെയാണ് വിഷയം. അപ്പോൾ ഇതിപ്പോൾ എത്ര ചോദിക്കുന്നത്? ഇത് 3 രൂപ താത്ത് കൊടുക്കാം. എത്രയെന്ന് പറഞ്ഞാൽ വന്ന ആൾ വില പറയട്ടെ, കൊടുക്കും. അത് പറ്റത്തില്ല. മാർക്കറ്റിലൊരു വിലയുണ്ടല്ലോ, എല്ലാവരും 4 രൂപ മാർക്കറ്റ് വില. ഒരു 2.90, 2.85 ഒക്കെ വന്നാലും കൊടുക്കും. ഒഴിഞ്ഞു പോകുക എന്നുള്ളത്. കൊടുക്കാന്നുള്ളതാണ്. അത് എക്സ്ട്രാ ഗ്യാരണ്ടിയും കൊടുക്കും.
ഓക്കെ. ഈ കിടക്കുന്ന വണ്ടിക്ക് ഇത് ഡീസൽ അല്ലേ? ഡീസൽ അല്ല, പെട്രോൾ. K4 പ്ലസ് പെട്രോളാണ്. ഈ കിഡിലെ ഏറ്റവും അന്നത്തെ ഏറ്റവും കൂടിയ വണ്ടി. കിഡല്ല, KUV. കിഡിനകത്ത് ആരെയും കൈവശം KUV ആണ്, KUV 100. ഇത് 2019 ടിയാഗോ ഫസ്റ്റ് ഓണറാണ്. അതുപോലെ KUV ഫസ്റ്റ് ഓണറാണ് കേട്ടോ. അപ്പം ഇത് 2078 കിലോമീറ്റർ, 78 കിലോമീറ്റർ സിംഗിൾ ഓണർ. നല്ല വണ്ടി, പെട്രോൾ വണ്ടിയാണ്, നല്ല വണ്ടി. വേറെ കംപ്ലൈൻ്റ് ഒന്നും ഉള്ളതുകൊണ്ട് കിടക്കുകയല്ല. അപ്പോൾ ഇതും കൊടുക്കാന്നുള്ളതാണ്. ഇനി 3-4 വണ്ടിയുടെ പൈസ ഒരു വണ്ടിയിലായി കിടക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ. അപ്പോൾ ഇനി കൊടുക്കുക, കയ്യിൽ പൈസ ഒന്ന് അടുത്ത വണ്ടി മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്ര ഇതിനിപ്പിട്ടേക്കുന്നത്? ഇതിൽ 3.15 തൊട്ട് തുടങ്ങിയതാണ്. ഇനി ഒരു 2.85 വന്നാലും ഇതും കൊടുക്കാം. ഇങ്ങനെ വില പറയുകയാണെങ്കിൽ കൊള്ളാം കേട്ടോ. അതായത് ഈ വണ്ടി കിടന്നു പോകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ വില കുറച്ചിടണം. അങ്ങനെയല്ല. 2.85. ഓക്കെ, വിലക്ക് കൊടുക്കാം. ഇത് പെട്രോൾ അല്ല? പെട്രോൾ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, വേറൊന്നുമില്ല. ടയറെല്ലാം അത്യാവശ്യം നല്ല ടയർ. സിംഗിൾ ഓണർ, 78 കിലോമീറ്റർ, കുഴപ്പമില്ലാത്ത വണ്ടി. വോക്സ്വാഗൻ വെൻഡോ 2014-15 മെയ് രജിസ്ട്രേഷൻ വണ്ടി. 2030 റീടെസ്റ്റ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, കംഫർട്ട് ലൈൻ ആണെന്ന് തോന്നുന്നു. VDI വെൻഡോ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. പക്ഷേ പോകുന്നില്ല. 2-3 വീഡിയോയിൽ ഇത് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിപ്പോഴ് 2.25 രൂപയാണെങ്കിലും കൊടുക്കാം, 3.25 രൂപയാണെങ്കിലും കൊടുക്കാൻ പറ്റും. അല്ല, 3.25 രൂപയ്ക്ക് കൊടുക്കാനിട്ടെന്നാണ്. സെയിം വണ്ടികളൊക്കെ വലിയ വിലയാണ് ചോദിക്കുന്നത്. 3.25 രൂപയാണെങ്കിൽ ഈ കണ്ടീഷനിൽ ഈ വണ്ടി കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ല വണ്ടി, ഗ്യാരണ്ടിയിൽ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയങ്ങളില്ലാതെ വേറെ മെയിനായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റുള്ള നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. എല്ലാം പഴയ വണ്ടികളല്ലേ സനൂപേ. ഇതിപ്പോൾ ആരെയും വിളിച്ചോണ്ട് വരണമെന്നൊന്നുമില്ല. എൻ്റെ ഗ്യാരണ്ടി ഞാൻ കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ഈ വാങ്ങളെ കൂടെ വരാനൊന്നും ആരും കാണത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഞാൻ എൻ്റെ ഗ്യാരണ്ടിയിലാണ് കൊടുക്കുന്നത്. ഇതുവരെ കൊടുത്തോ അങ്ങനെയില്ല, കംപ്ലൈൻറ്റ് വന്നാൽ പരിഹരിച്ചു കൊടുക്കും. KUV ഭയങ്കരമായിട്ട് കുറച്ചല്ലോ. എന്താ ചെയ്യുന്നത്? പോകാതെ കിടന്നാലും വീണ്ടും എൻ്റെ പൈസ വെക്കൊണ്ടൊക്കെ അല്ലേ ഇരിക്കുന്നത്. അത് എടുത്ത് കൈമറിഞ്ഞാലല്ലേ, പൈസ റോളായാലല്ലേ അതിനൊരു ഉപയോഗം വരും. ഇവിടെ വെറുതെ കിടന്നാൽ നമ്മൾ ഈ പൈസ തലങ്ങണി നേടി വെച്ച് കിടക്കുന്ന കണക്കാ, ഒരു ഉപയോഗം ഉണ്ടാകത്തില്ല. ഇതൊക്കെ മറിഞ്ഞു പോയാലല്ലേ കാര്യങ്ങൾ നടക്കും. അങ്ങനെ ആരും ഒന്നും നോക്കാനൊന്നുമില്ലെങ്കിൽ ഞാൻ എൻ്റെ ഗ്യാരണ്ടിയിലാണ് ഇതുവരെ എല്ലാ വണ്ടികളും കൊടുത്ത് പറയുന്നവർക്കെല്ലാം പരിഹാരങ്ങൾ ചെയ്തും കൊടുക്കാറുണ്ട്. പിന്നെ അവരെന്തൊരു പേടിക്കണം? അതല്ലേ. അപ്പോൾ അങ്ങനെ വിഷയങ്ങളൊക്കെ വന്നായിരുന്നു, എല്ലാം പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. പരിഹരിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യട്ടെ. എടുത്തുകൊണ്ട് വില കൂടിപ്പോയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് അല്ലെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, അങ്ങനെയൊക്കെ ഉള്ളവർ കമൻറ്റ് ചെയ്യട്ടെ. ഇത്തവണത്തെ വണ്ടികൾ ഇക്ക തന്നെ ഒന്ന് ഈ ഓൾട്ടോ വില കൂടുതലാന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, അതൊക്കെ കാണാൻ അത്രയ്ക്ക് നല്ലതായിട്ടിരിക്കുന്ന വണ്ടികൾ എടുത്തുകൊണ്ട് പോയാലും ആരും കുറ്റമൊന്നും പറയത്തില്ല. ഇതൊക്കെ എടുത്തോണ്ട് ഈ വണ്ടി എവിടെ നിന്ന് എടുത്തെന്ന് ചോദിക്കും. എടുത്താലേ ചെറിയ അടിപിടിയൊക്കെ ഉണ്ടെന്നാലേ വണ്ടിക്ക് അത്രയും വൃത്തിയുണ്ട്. ഇതൊക്കെ പൈസ ചിലവായാലേ ഇങ്ങനെ വൃത്തിയാവും. അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ടേക്കുന്നതാണ്. അതൊക്കെ ഏറ്റവും ചെറിയ ലാഭമാണ് ഈ ഏറ്റവും വില കൊടുത്ത് മേടിക്കുന്നതിലൊക്കെ വരുന്നത്. എന്തെങ്കിലും നിസ്സാരമായ അല്ലെങ്കിൽ വില ഇവിടെ നിന്ന് എടുത്ത വില കൂടിപ്പോയെന്ന് പറയും. വണ്ടി ഇരിക്കുന്നുണ്ട്, ഷോറൂമിൽ കിടന്നാൽ എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കുകയാണ്. എല്ലാം പഴയ വണ്ടികളുമാണ്. അപ്പോൾ അങ്ങനെ വൃത്തി കൂടുന്നതനുസരിച്ച് ഇത് തന്നെ ചിലപ്പോൾ എവിടെയെങ്കിലും 40, 45, 50 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. അതിന് വൃത്തി കാണത്തില്ല, ടയർ കാണത്തില്ല, ക്വാളിറ്റി കാണത്തില്ല. അത് പിന്നെ എടുത്തുകൊണ്ട് പണിതാൽ അതിനെക്കാട്ടി പൈസയാവും. അതിനെക്കാട്ടി നല്ല എടുക്കുമ്പോൾ ഒരു നല്ല വണ്ടി എടുത്താൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒഴിവായി കിട്ടും, സമയ ലാഭം കിട്ടും. അങ്ങനെയൊക്കെയാണ് വണ്ടി കച്ചവടം. അങ്ങനെയൊക്കെയാണ്. ഒരു വണ്ടിക്ക് തന്നെ 2 വിലയാണ്. പഴയ വണ്ടിക്ക് ഇന്ന വിലയൊന്നുമില്ല. നല്ല വണ്ടിക്ക് നല്ല വിലയും മോശം വണ്ടിക്ക് മേശം വില. ഇത് പഴയതാകുമ്പോൾ പിന്നെ സ്ക്രാപ്പിൽ കൊടുക്കുന്ന സാധനങ്ങളാണ്, ത്രാസിൽ വയ്ക്കുമ്പോഴുള്ള വിലയാണ്. അതാണ് പഴയ വണ്ടികൾ. അതിൻ്റെയാണ് നമ്മൾ വൃത്തിയുള്ള വണ്ടികൾ നോക്കി എടുത്ത് സ്ക്രാപ്പ് ആ മോഡലല്ലാത്ത എടുത്തിട്ടേ പാവങ്ങളല്ലേ വരുന്നത്. ഇപ്പോൾ അവരെയൊക്കെ നമ്മൾ പറ്റിക്കാനൊന്നും പറ്റത്തില്ല. നമ്മളെ വിശ്വസിച്ച് അവിടെ ഇത്രയും ദൂരെ നിന്ന് ആൾക്കാർ വരുന്നത്, അവരെ നമുക്ക് പറ്റിക്കാനൊന്നും പറ്റത്തില്ല. ആ ഒരു ഐഡിയയിലാണ് കൊടുക്കുന്നത്. പിന്നെ വരുന്ന ഇഷ്ടപ്പെടുന്നവർ മേടിക്കും. കഴിഞ്ഞ മാസമൊക്കെ കണ്ടമാനം വണ്ടികൾ കൊടുത്തില്ലേ, ഇന്നിരിക്കാൻ സമയമില്ലായിരുന്നു, കച്ചവടമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. ഇനിയിപ്പോൾ നമ്പർ വയ്ക്കുന്നത് ഇവൻ്റെ നമ്പരും മോൻ്റെ നമ്പരുമാണ് വയ്ക്കുന്നത്. ഞാൻ ഇനി ഒരു മാസത്തേക്കൊന്ന് റെസ്റ്റിലാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ മറ്റേ നമ്പറിൽ വിളിക്കുക. എടാ നിൻ്റെ നമ്പർ കൂടെ കൊടുക്കും കേട്ടോ. വിലകൾ വണ്ടി ഇത് തന്നെ. ഇപ്പം ഞാൻ തന്നാലും അവർ തന്നാലും ഒക്കെ വണ്ടി ഈ വണ്ടികൾ തന്നെ ആയിരിക്കും. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ ഡീല് ഞാൻ തന്നെ ആയിരിക്കും. എന്തെങ്കിലും വിഷയം ഞാൻ ഇല്ലെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത വീഡിയോ വരുമ്പം ഞാനൊരു മെമ്പറായിരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കുക ജയിക്കാൻ. മെമ്പറൊക്കെ ആവാൻ കുഴപ്പമില്ല, നമ്മളറിയാമല്ലോ നമ്മളെ നാട്ടുകാർക്ക്.
എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിലൊരു സ്വാതന്ത്ര്യം ഇവിടെ ജനിക്കും. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അമ്മ കൂടെ അവസാനിപ്പിക്കാൻ സനീപ്. ഓക്കെ ബൈ. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടം പോലെ വണ്ടി വന്ന് കിടപ്പുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളായിരുന്നു. പിന്നെ ഉള്ളത് നിങ്ങൾ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തെടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇക്കയുടെ ഗ്യാരണ്ടിയിൽ ഇക്ക തന്നെ തന്ന് വിടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഇതൊന്നൊരു നല്ല വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അതിന് മുമ്പ് പുള്ളി മെമ്പറൊക്കെ ആകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ പുള്ളിയോടുള്ള സ്നേഹം ഒരു പ്രാർത്ഥനാ രൂപത്തിൽ പറഞ്ഞ് പുള്ളിയെ വിജയിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അതിൻ്റെ അടുത്തൊരു നല്ല വീഡിയോ കാണും വരെ ബൈ.